നമ്മുടെ സെറ്റിൽ ഏറ്റവും കൂടുതൽ നമ്മളെ കംഫർട്ടാക്കുന്ന ഒരാളെന്ന് പറഞ്ഞാൽ ലാലേട്ടനാണ്. ലാലേട്ടൻ ഇത്ര വലിയ ആക്ടറാണെന്നോ, ഇത്രയും അറിയപ്പെടുന്ന ആളാണെന്നോ, ഇത്രയും വലിയൊരു താരമാണെന്നോ, ഇത്രയും വലിയൊരു മനുഷ്യനാണെന്നോ ഉള്ള ഒരു പോയിന്റ് പോലും കാണിക്കാത്തൊരു മനുഷ്യൻ. ഇത്രയും ഡൗൺ ടു എർത്ത് ആയിട്ടുള്ളൊരു മനുഷ്യനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടേ ഇല്ല. അച്ഛനും അമ്മയും മക്കളുമായിട്ടൊക്കെ വരുമ്പോൾ ഞങ്ങൾ വീണ്ടും ആ 12 വർഷം മുന്നേ എങ്ങനെയായിരുന്നോ ഞങ്ങൾ അതുപോലെ തന്നെയാണ് സെറ്റിൽ. അതൊരു ഭയങ്കര വല്ലാത്തൊരു ഫീലാണത്, ഭയങ്കര സന്തോഷമുള്ളൊരു ഫീലാണ്. അപ്പൊ ഇപ്രാവശ്യം മലയാളികൾക്ക് എന്തായിരിക്കും ദൃശ്യം 3 എക്സ്പെക്ട് ചെയ്യാൻ പറ്റും? നമ്മൾ കാത്തിരിക്കുകയാണ്, എന്തായിരിക്കും എവിടെയെങ്കിലും വരുണിന്റെ ബോഡി അല്ലെങ്കിൽ ബോൺ കിട്ടോ? സസ്പെൻസ് എന്തായാലും ഉണ്ടാവും, പക്ഷെ മോറോവർ ഒരു ഫാമിലി ഡ്രാമയാണ് ദൃശ്യം. ഓഡീഷൻ അറ്റൻഡ് ചെയ്തത് ഞാനായിരുന്നു, ഈ അഞ്ജു ജോർജ് എന്ന് പറഞ്ഞ ക്യാരക്ടറിന് വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ഓഡീഷനൊക്കെ കഴിഞ്ഞു, ഞാൻ ശരി സാർ ബായ് എന്ന് പറഞ്ഞപ്പോഴാണ് സാറിൻ്റെ അടുത്ത് നല്ല മെഷർമെൻ്റ് ഒക്കെ കൊടുത്തിട്ട് പോകുന്നു. അപ്പം ഞാൻ മെഷർമെൻറ്റോ അപ്പം എന്നെ എടുത്തോ? അതുകൊണ്ടല്ലേ മെഷർമെന്റ് വയ്ക്കണേ ആണല്ലേ, ഇത് എല്ലാം യാന്ത്രികമായിരുന്നു. നമസ്കാരം, ടി മീഡിയയുടെ ടി ക്ലിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെയുള്ളത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളാണ്. മലയാളികൾക്ക് ഏറ്റവും പ്രിയങ്കരിയായ ഒരു നായികയാണ്. പേര് പറഞ്ഞിട്ട് മനസ്സിലായില്ലെങ്കിലും നമ്മുടെ ജോർജ് കുട്ടിയുടെ മകൾ അഞ്ജു ജോർജ് എന്ന് പറഞ്ഞാൽ അറിയാത്ത മലയാളികൾ എന്നില്ല അല്ലേ? അതെ, ഇന്ന് എൻ്റെ കൂടെയുള്ളത് നമ്മുടെ അൻസിബ ഹസനാണ്. അൻസിബ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. അപ്പോൾ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ മലയാളികളെ ഏറ്റവും കൂടുതൽ ക്യാച്ച് ചെയ്ത് ജോർജ് കുട്ടിയുടെ മകൾ അഞ്ജു ആയിട്ടാണല്ലേ? എവിടെ പോയാലും അഞ്ജു അഞ്ജു എന്നായിരിക്കില്ലേ എപ്പോഴും വിളിക്കണ്ടാവുക? അങ്ങനെയല്ല, അഞ്ജു ജോർജ് എന്നുള്ള ആ ക്യാരക്ടറിലൂടെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ എന്നെ ഇഷ്ടപ്പെടുന്നത്. ഇപ്പോഴും അഞ്ജു ചേച്ചി എന്നൊക്കെ വിളിച്ചിട്ട് കുട്ടികൾ വരാറുണ്ട്. ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. നമ്മൾ ഒരു ക്യാരക്ടർ ചെയ്തിട്ട് ഇത്രയും വർഷമായി, ദൃശ്യം 1 കഴിഞ്ഞിട്ട് ശരിക്കും 12 വർഷം കഴിഞ്ഞു. ഇപ്പോഴും അഞ്ജു എന്നുള്ളൊരു പേര് ഓർത്തു വയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഭാഗ്യമാണ്. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ മെയിൽ ക്യാരക്ടേഴ്സിന്റെ നെയിംസ് ഓർത്തു വയ്ക്കല്ലേ, പല്ലാവൂർ ദേവനാരായണൻ, അല്ലെങ്കിൽ മംഗലശ്ശേരി നീലകണ്ഠൻ, സാഗർ എലിയസ് ജാക്കി, ഇങ്ങനെയുള്ള പേരുകൾ എപ്പോഴും മെയിൽ ആക്ടേഴ്സിന്റെ പേരുകളാണ് ഓർത്തു വയ്ക്കുന്നത്. ഫീമെയിൽ ആക്ടേഴ്സിന്റെ പേര് വളരെ കുറച്ചേ ഓർത്തു വയ്ക്കാറുള്ളൂ. ആ കൂട്ടത്തിൽ അഞ്ജു ജോർജ് ഓർത്തു വയ്ക്കുന്നുണ്ടെങ്കിൽ അത് എനിക്ക് കിട്ടിയൊരു വലിയ ഭാഗ്യം. അത് പറഞ്ഞപ്പോഴാണ് ഞാനൊരു ഇന്റർവ്യൂവിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞാൻ ഒരുപാട് സിനിമകളൊന്നും അഭിനയിച്ച് വലിയ സ്റ്റാർ ആയതല്ല, ഞാൻ അഭിനയിച്ച ഒരു ഒറ്റ സിനിമ കൊണ്ട് സ്റ്റാർ ആയ ആളാണ്. അപ്പൊ നമ്മുടെ KGF റിലേറ്റഡ് ഒരു ഡയലോഗ് അല്ലേ, അതൊന്നും കൂടി പറയാൻ വേണ്ടി. അയ്യോ, അത് അങ്ങനെ ഞാൻ വേണമെന്ന് വെച്ച് പറഞ്ഞൊന്നുമല്ല, അതെന്തോ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് ഞാൻ പറഞ്ഞതാണ്, അത്രേ ഉള്ളൂ. അപ്പൊ അത് തന്നെയാണ് മെയിൻ ആയിട്ട്. ഒരുപാട് സിനിമകളൊന്നും വേണ്ട, ഒരൊറ്റ സിനിമകൾ മതി മലയാളികൾ ഇങ്ങനെ ഏറ്റെടുക്കാനല്ലേ. ഇപ്പൊ നമ്മൾ ദൃശ്യം 1 വന്നു, ദൃശ്യം 2 വന്നു, ഇപ്പൊ ദൃശ്യം 3 പാക്കപ്പ് ആയി നമ്മൾ അറിഞ്ഞു. എന്താണ് ഏപ്രിൽ 2 റിലീസ് ആവാൻ പോകും. ഏപ്രിൽ 2 റിലീസാണ്. എന്തായിരുന്നു ഇപ്രാവശ്യത്തെ ദൃശ്യം 3 അവിടുത്തെ സെറ്റിലെ വിശേഷങ്ങൾ? രസമായിരുന്നു. ഞങ്ങള് ദൃശ്യം 1 കഴിഞ്ഞൊരു 6-7 വർഷം കഴിഞ്ഞപ്പോൾ 2 ഞങ്ങളെല്ലാവരും വീണ്ടും മീറ്റ് ചെയ്തു. അപ്പോൾ 2 കഴിഞ്ഞൊരു 4-5 വർഷമായപ്പോഴേക്കും 3 മീറ്റ് ചെയ്തു. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലേറെ ഞങ്ങൾക്ക് ഒരു ഫാമിലി റീയൂണിയൻ പോലെയാണ് തോന്നുന്നത്. ഇപ്പോൾ നമ്മൾ കുറേ നാളായിട്ട് കാണാത്ത റിലേറ്റീവ്സൊക്കെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് നമ്മളൊരു ഗെറ്റ് ടുഗെദർ വയ്ക്കുമല്ലോ, അപ്പോൾ നമ്മൾ കാണുമല്ലോ, അതുപോലെയാണ്. പക്ഷേ ഞങ്ങളല്ലാതെ പല ഫംഗ്ഷനുകളിലും കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടൊരു ഗ്യാപ്പ് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ ഞങ്ങൾ ഈ അച്ഛനും അമ്മയും മക്കളുമായിട്ടൊക്കെ വരുമ്പോൾ ഞങ്ങൾ വീണ്ടും ആ 12 വർഷം മുന്നേ എങ്ങനെയായിരുന്നോ ഞങ്ങൾ അതുപോലെ തന്നെയാണ് സെറ്റിൽ. അതൊരു ഭയങ്കര വല്ലാത്തൊരു ഫീലാണത്, ഭയങ്കര സന്തോഷമുള്ളൊരു ഫീലാണ്. അത് ഓഫ് സ്ക്രീനിലും പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ഈ ഇടയായിട്ട് മീന ചേച്ചി മെസ്റ്ററും കൂടി ഒരു റീലൊക്കെ ഇട്ടുണ്ടായിരുന്നു അല്ലേ? അതെ, അത് നമ്മുടെ ഷൂട്ടിന്റെ ഇടയിൽ അവർ ചെയ്തതാണ്. അതെ. അപ്പൊ ഇപ്രാവശ്യം മലയാളികൾക്ക് എന്തായിരിക്കും ദൃശ്യം 3 എക്സ്പെക്ട് ചെയ്യാൻ പറ്റും? നമ്മൾ കാത്തിരിക്കുകയാണ്, എന്തായിരിക്കും എവിടെയെങ്കിലും വരുണിന്റെ ബോഡി അല്ലെങ്കിൽ ബോൺ കിട്ടോ? സസ്പെൻസ് എന്തായാലും ഉണ്ടാവും, പക്ഷെ മോറോവർ ഒരു ഫാമിലി ഡ്രാമയാണ് ദൃശ്യം 3. അതെ, അപ്പൊ ജിത്തു സാറ് പറഞ്ഞു ഫാമിലി ഡ്രാമയാണ്, എല്ലാ പ്രാവശ്യം അങ്ങനെ തന്നെയാ പറയാറ്. പക്ഷെ സിനിമ വരുമ്പോ അത് കത്തിക്കയറാറാണ് പതിവ്. ത്രില്ലർ ഉണ്ട്, ഓഫ് കോഴ്സ് ഉണ്ട്, പക്ഷെ ഫാമിലി ഡ്രാമയാണ് അതിൽ കുറച്ചുകൂടെ മുന്നിട്ട് നിൽക്കുന്നത്. അപ്പൊ ഞാൻ പേഴ്സണലി ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ എല്ലാവർക്കും ഒരു ആഗ്രഹമാണ് ലാലേട്ടൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കുക, അല്ലെങ്കിൽ കൂടെ നിന്നൊന്ന് അഭിനയിക്കുക എന്നുള്ളത്. അപ്പൊ ലാലേട്ടൻ്റെ മകളായിട്ട് ഇപ്പൊ ഒരു സീരീസ് പോലെ സിനിമ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എങ്ങനെയായിരുന്നു ആദ്യമായിട്ട് ലാലേട്ടൻ്റെ കൂടെ അഭിനയിക്കണം, മകളായിട്ട് അഭിനയിക്കണം എന്നൊക്കെ ഒരു ഓഫർ കിട്ടിയപ്പോ? ഞാൻ ലാലേട്ടൻ്റെ കൂടെ ദൃശ്യത്തിൽ അഭിനയിക്കുന്നതിനേക്കാളും മുന്നേ ലാലേട്ടൻ്റെ ഒരു പടത്തിൽ തന്നെ ഞാൻ ഒരു സീനിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇന്നത്തെ ചിന്താവിഷയം എന്ന് പറഞ്ഞ സിനിമയില്. അന്ന് ലാലേട്ടൻ്റെ കൂടെ കോമ്പിനേഷൻ ഇല്ല, പക്ഷെ മീര ജാസ്മിൻ ചേച്ചിയുടെ കൂടെ ഉള്ള ഒരു കോമ്പിനേഷൻ ഒരു സീനായിരുന്നു, സ്കൂൾ കുട്ടിയായിട്ട്. അത് കഴിഞ്ഞിട്ട് അപ്പൊ അന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല ലാലേട്ടൻ്റെ കൂടെ ഒരു ഫുൾ ലെങ്ത് മൂവി ചെയ്യുന്നു, ഒന്നും വിചാരിച്ചിട്ടില്ല. അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഓഡിഷനിലൂടെ ദൃശ്യത്തിലേക്ക് സെലക്ട് ചെയ്തു. അതിനുശേഷം പിന്നെ ലാലേട്ടനെ കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു.
നമ്മൾ സിനിമയിൽ മാത്രം കണ്ടിട്ടുള്ള ഒരാളല്ലേ. പിന്നെ ഞാൻ ഒരു തവണ ഈ ഇന്നത്തെ ചിന്താവിഷയത്തിൻ്റെ ലൊക്കേഷനിൽ വെച്ചിട്ട് കണ്ടിട്ടുണ്ടെന്നല്ലാതെ സംസാരിച്ചിട്ടൊന്നുമില്ല. അപ്പം ഞാൻ കൂടെ അഭിനയിക്കുമ്പോൾ എനിക്ക് പേടിയായിരുന്നു, അയ്യോ ഞാൻ ഡയലോഗ് തെറ്റിക്കുകയോ എൻ്റെ അഭിനയം ശരിയാവുമോ എന്നൊക്കെ. പക്ഷേ നമ്മുടെ സെറ്റിൽ ഏറ്റവും കൂടുതൽ നമ്മളെ കംഫർട്ടാക്കുന്ന ഒരാളെന്ന് പറഞ്ഞാൽ ലാലേട്ടനാണ്. ലാലേട്ടൻ ഇത്ര വലിയ ആക്ടറാണെന്നോ ഇത്രയും അറിയപ്പെടുന്ന ആളാണെന്നോ ഇത്രയും വലിയൊരു താരമാണെന്നോ ഇത്രയും വലിയൊരു മനുഷ്യനാണെന്നോ ഉള്ള ഒരു പോയിന്റ് പോലും കാണിക്കാത്തൊരു മനുഷ്യൻ, ഇത്രയും ഡൗൺ ടു എർത്ത് ആയിട്ടുള്ളൊരു മനുഷ്യനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടേ ഇല്ല. നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളടുത്ത് നമുക്ക് സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടല്ലോ, അതേ റെസ്പെക്റ്റ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കും കൊടുക്കണം എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ ആക്ടർ എന്നുള്ള നിലയിൽ എല്ലാവർക്കും അറിയാം മികച്ച അഭിനേതാവാണ്, ദി കംപ്ലീറ്റ് ആക്ടർ. പക്ഷേ ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഹ്യൂമൻ ബീങ് എന്ന് പറയാൻ പറ്റുന്ന ഒരാളാണ്. അതാണ് ശരിക്കും എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്. ഒരു ആദ്യമായിട്ട് അഭിനയിക്കാൻ പോകുന്ന ആളെന്നുള്ളൊരു ഫീൽ ഒന്നും എനിക്ക് തോന്നിയില്ല. കാരണം ആദ്യത്തെ ഷോട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളൊരു ഫാമിലിയായിട്ട് സിങ്കായി. അത് അത് അദ്ദേഹത്തിൻ്റെ ഒരു നേച്ചറാണ്. അദ്ദേഹം നമുക്ക് തരുന്നൊരു പോസിറ്റീവ് വൈബാണ്. ഒരു വല്ലാത്തൊരു പോസിറ്റിവിറ്റി ഉള്ളൊരു മനുഷ്യൻ. അതുപോലെ തന്നെ ദൃശ്യ സിനിമയിലത്തെ കോംബോ, ലാലേന്റെയും മീനച്ചേച്ചിയുടെയും കോംബോ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അവർ കോംബോ ചെയ്ത് വരുന്നതാണ്. അപ്പൊ ആദ്യമായിട്ട് ആ കോംബോ പിന്നെ അഗെയിൻ ആയിട്ട് ദൃശ്യത്തിലൂടെ വരാണ്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ഒരു എക്സ്പീരിയൻസ് ആ കോംബോ കാണാൻ വേണ്ടി? അത് നല്ല രസമല്ലേ, മലയാളികൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണല്ലോ. ഇപ്പോൾ വർണ്ണപ്പകിട്ടാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഒത്തിരി പടങ്ങൾ ചെയ്തിട്ടുണ്ട്. നാട്ടുരാജാവ് വേറെ ഉണ്ടായിരുന്നല്ലോ, മിസ്റ്റർ ബ്രഹ്മചാരി, അങ്ങനെ കുറേ പടങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ ആ ഒരു കോംബോ, ആ ഒരു കെമിസ്ട്രി ഭയങ്കര രസമാണ്. പിന്നെ അവരുടെ തമ്മിലുള്ള ഒരു ക്യൂട്ട് റിയാക്ഷൻസ് ഉണ്ട്, അതൊക്കെ നല്ല രസമാണ്. അത് നോർമലി അങ്ങനെ തന്നെയാണ് കേട്ടോ, അവരങ്ങനെ തന്നെയാണ്. അപ്പൊ ദൃശ്യം ഇറങ്ങുമ്പോ എല്ലാവരും കാത്തിരിക്കുന്ന പോലെ തന്നെ ഒരുപാട് ട്രോളുകൾ വരാറുണ്ടല്ലേ? പറയണോടെന്ന് തോന്നരുത്, ദൃശ്യം ഇറങ്ങുമ്പോൾ മാത്രം പൊങ്ങി വരുന്ന ഒരു നായിക എന്ന് പറഞ്ഞ പലപ്പോഴും നമ്മൾ ട്രോളുകൾ കാണാറുണ്ടല്ലേ? എങ്ങനെയാ ട്രോളുകളൊക്കെ? ഞാൻ ഇതിന്റെ ഇടയിൽ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ ഞാൻ കുറെ മൂവീസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ദൃശ്യത്തിനോളം വലിപ്പമുള്ള മൂവീസ് ആയിരിക്കില്ല അതൊന്നും. അതുകൊണ്ട് അത് ശ്രദ്ധിച്ചെന്ന് വരില്ല ഈ ട്രോൾ ചെയ്യുന്ന ആൾക്കാർ, അതാണ് പ്രശ്നം. പേഴ്സണലി ബാധിക്കാറുണ്ട് എപ്പോഴെങ്കിലും? ഞാൻ പടം ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാലോ, എനിക്ക് അതിന്റെ കാശും കിട്ടുന്നുണ്ട്. പിന്നെ കാണുന്നവർ കാണട്ടെ, ഇല്ലാത്തവർ കാണാതിരിക്കട്ടെ. ഇത് കാണാത്തവരായിരിക്കും ട്രോൾ ഉണ്ടാക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, ദൃശ്യത്തിനോളം വലിപ്പമുള്ള മൂവീസൊന്നും ഇതിനിടയിൽ ഞാൻ ചെയ്തിട്ടില്ല. അതുകൊണ്ടായിരിക്കും ശ്രദ്ധിക്കപ്പെടാഞ്ഞത്. അപ്പൊ ഇനി നമ്മളതൊന്ന് കവറപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏത് തരത്തിലുള്ള ക്യാരക്ടർ ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനത്തെ ഒരു ഡയറക്ടറുടെ കൂടെ ചെയ്യണം, അങ്ങനെയൊന്നുമില്ല. ഞാൻ നല്ല മൂവീസ് വരാണെങ്കിൽ അഭിനയിക്കണം, അത്രയേ ഉള്ളൂ. അല്ലാതെ ഞാൻ അഭിനയിച്ചേ തീരൂന്നൊന്നും ഞാൻ ആർക്കും എഗ്രിമെൻ്റ് എഴുതി കൊടുത്തിട്ടൊന്നുമില്ലല്ലോ. നല്ല ക്യാരക്ടേഴ്സ് വരാണെങ്കിൽ അഭിനയിക്കും, എനിക്കിഷ്ടപ്പെടുന്ന മൂവീസ് ആണെങ്കിൽ ചെയ്യും. ഇപ്പോൾ നമുക്കൊരു വൈബ് സെറ്റ് ആവണം, ഒരു സ്ഥലത്ത് പോയിട്ട് വർക്ക് ചെയ്യാനല്ലേ. ഇപ്പോൾ ഇവിടെ വൈബ് സെറ്റ് ആയതുകൊണ്ടായിരിക്കും ഇവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിലെ ക്യാരക്ടറും സ്ക്രിപ്റ്റും ഇത് മാത്രമല്ല, നമുക്ക് പേഴ്സണലി നമുക്കും കൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ നമ്മളവിടെ വർക്ക് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള കംഫർട്ടും കൂടെ എനിക്ക് തോന്നുന്ന പടങ്ങളാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ അഭിനയിക്കും. അപ്പോൾ നമ്മുടെ മലയാളത്തിലെ മഹാനടന്മാരായ മോഹൻലാലിൻ്റെ കൂടെ അഭിനയിച്ചു, മമ്മൂട്ടിയുടെ കൂടെ അഭിനയിച്ചു, ഇനി ഈ ഒരാളുടെ കൂടെ അഭിനയിക്കണം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു തരത്തിലൊരു ക്യാരക്ടർ എനിക്ക് ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം സൂര്യയുടെ കൂടെ അഭിനയിക്കണം. ഞാൻ ഭയങ്കര ഫാനാണ്. അത് ഞാൻ പണ്ട് ഫ്ലവേഴ്സിലെ ഒരു ആങ്കറിങ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, ആ ഷോയിൽ ഞാൻ പറയണ കേട്ടിട്ടുണ്ട്, സൂര്യയും വിക്രമും വിജയും ഒരുമിച്ച് വീട്ടിൽ വന്നത് സ്വപ്നം കണ്ടത്. അതെ. അപ്പൊ ആങ്കറിങ്ങിനെ പറ്റി ചോദിക്കണം, എങ്ങനെയാണ് ആങ്കറിങ്ങിലേക്ക് വരുന്നത്? അത് അങ്ങനെയൊന്നുമില്ല. ഞാൻ ഫ്ലവേഴ്സിന്റെ ലോഞ്ച് ടൈമിൽ അവരുടെ പ്രോഗ്രാമിലുണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് അന്ന് അതിൽ ഒരു സ്റ്റാർ ചലഞ്ച് എന്ന് പറഞ്ഞിട്ടൊരു ഗെയിം ഷോ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ യങ്ങസ്റ്റ് കണ്ടസ്റ്റൻ്റ് ആയിരുന്നു ഞാൻ. അങ്ങനെ ഞാൻ ആ ചാനലിലെ എല്ലാവരുമായിട്ടും ഞാൻ ഭയങ്കര കമ്പനിയായിരുന്നു. അങ്ങനെ ആ ഒരു പ്രോഗ്രാം കഴിഞ്ഞ സമയത്ത് ചാനലിൽ നിന്ന് തന്നെ വിളിക്കുന്നത് കമ്പയർ ചെയ്യുമെന്ന് വെച്ചിട്ട്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ഒന്നുമില്ല. അത് കുഴപ്പമില്ല, നീ എങ്ങനെയാണ് സംസാരിക്കണേ, നോർമലി നീ നമ്മളടുത്ത് സംസാരിക്കുന്ന പോലെ സംസാരിച്ചാൽ മതി, അല്ലാതെ നീ എക്സ്ട്രാ ഫോട്ടോ ഒന്നും ഇടണ്ട എന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ചു കൊണ്ടുപോയി ഒരു 200 എപ്പിസോഡിന്റെ മേലെ ചെയ്തു. അതെ. അപ്പോൾ സൂര്യയുടെ കൂടെ അഭിനയിക്കണം എന്ന് പറഞ്ഞു. ഇപ്പോൾ ഒരുപാട് സഹതാരങ്ങൾ സൂര്യയുടെ കൂടെ അഭിനയിച്ച് നാഷണൽ അവാർഡ് വരെ മേടിക്കുകയാണ്. അപർണ ബാലമുരളി, ലിജോ മോളൊക്കെ ആണെങ്കിലും മലയാളത്തിൽ നിന്ന് പോയവരാണ്. അപ്പൊ ഒരുപാട് സഹതാരങ്ങളാണല്ലോ അവരെല്ലാവരും. അപ്പൊ അവരെന്ത് പറഞ്ഞു സൂര്യയുടെ കൂടെ അഭിനയിച്ചുള്ള? എല്ലാവരും എക്സൈറ്റഡ് ആയിരുന്നു, എല്ലാവരും ഹാപ്പിയാണ്. വേറെ എന്താ പറയുന്നത്. അപ്പൊ ബാക്ക് ടു ദൃശ്യം നമ്മൾ നോക്കുകയാണെന്ന് തുടങ്ങി മറ്റു വേഷങ്ങളിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയതിൽ എപ്പോഴെങ്കിലും വിഷമം തോന്നിയിട്ടുണ്ടോ? അങ്ങനൊന്നുമില്ല. അതൊക്കെ ദൃശ്യം പോലും ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ട് എനിക്ക് അങ്ങനെ ഒരു മൈലേജ് കിട്ടിയതോ ഒന്നുമല്ല. ദൃശ്യം സിനിമ ഇന്ന് ഇത്രയും വലിയ ഹിറ്റാവുമെന്ന് ഞാൻ ഉൾപ്പെടെ
ആ പടത്തിൽ അഭിനയിച്ച ആരും വിചാരിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ജിത്തു സാറ് പോലും വിചാരിച്ചിട്ടില്ല. അതൊരു ഭാഗ്യമാണ്. സിനിമ ഞാൻ എപ്പോഴും ഒരു ലോട്ടറി പോലെ കാണുന്ന ഒരു സംഭവമാണ്. നമുക്ക് ടാലൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും ലക്ക് ഫാക്ടർ എന്ന് പറഞ്ഞ സംഭവത്തിന് ഭയങ്കരമായിട്ട് വാല്യൂ ഉള്ള ഒരു സ്ഥലമാണ് സിനിമ. എല്ലാ സ്ഥലത്തും നമുക്ക് ലക്ക് ഫാക്ടറും കൂടെ വേണം കേട്ടോ. നമുക്ക് ഹാർഡ് വർക്കും ടാലൻറ്റും ഒക്കെ ഉണ്ടെങ്കിലും ഒരു ലക്ക് ഫാക്ടറും കൂടെ വേണം. അപ്പോൾ അത് ദൈവം നമ്മളെ ഇങ്ങനെ ഇതായത് നീ എടുത്ത ലക്ക് എന്ന് പറഞ്ഞ് തരുന്നതാണ്. തരട്ടെ. അതെ. അപ്പൊ എല്ലാവർക്കും ഒന്നും ഭാഗ്യം ഒരു തവണയൊക്കെ ലാലേട്ടൻ്റെ കൂടെ അഭിനയിക്കാനും ഒരു സിനിമയിൽ മകളായിട്ട് അഭിനയിക്കാനുള്ള ഭാഗ്യമൊക്കെ ഉണ്ടാവും. ഇപ്പൊ 3 സിനിമയിലാണ് അടുപ്പിച്ച് മകളായിട്ട് അഭിനയിക്കുന്നത്. ആ ഭാഗ്യം എല്ലാവർക്കും കിട്ടില്ല അല്ലേ? അതൊരു വലിയ ലക്ക് ഫാക്ടർ അല്ലേ? അത് ലക്ക് ഫാക്ടറാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ലാലേട്ടൻ്റെ മകളായിട്ട് ഒരുപാട് പേര് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ലാലേട്ടൻ്റെ മകൾ എന്ന് പറയുമ്പോൾ എൻ്റെ മുഖമാണ് എല്ലാ മലയാളികളും ഓർക്കുന്നത്, ഓർമ്മ അല്ലെങ്കിൽ മനസ്സിൽ വരണമെന്ന് പറയുമ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു ലക്കാണ്. ഭയങ്കര സന്തോഷമാണത്. അപ്പൊ എങ്ങനെയാണ് ലാലേട്ടൻ്റെ മകളായിട്ട് ദൃശ്യത്തിലേക്ക് എത്തിപ്പെടുന്നത്? ഞാൻ ദൃശ്യം ചെയ്യുന്നതിൻ്റെ മുന്നേ കുറേ തമിഴ് മൂവീസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നായികയായിട്ട് ചെയ്ത മൂവീസായിരുന്നു. പക്ഷെ അതൊന്നും കറക്റ്റായിട്ടുള്ള ഓൺ ടൈം റിലീസ് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ ചെയ്ത ഒരു പടത്തിൻ്റെ ഒരു റൂറൽ വില്ലേജ് ഗേളായിട്ട് അഭിനയിച്ച ഒരു മൂവി ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു സ്റ്റില്ല് കണ്ടിട്ടാണ് എന്നെ ദൃശ്യത്തിൻ്റെ ഓഡീഷന് വിളിക്കുന്നത്. അങ്ങനെ ഞാൻ ഓഡീഷന് പങ്കെടുത്തു. ലാസ്റ്റ് ഓഡീഷൻ അറ്റൻഡ് ചെയ്തത് ഞാനായിരുന്നു, ഈ അഞ്ജു ജോർജ് എന്ന് പറഞ്ഞ ക്യാരക്ടറിന് വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ഓഡീഷനൊക്കെ കഴിഞ്ഞു. ഞാൻ എന്നാൽ ശരി സാർ ബായ് എന്ന് പറഞ്ഞപ്പോഴാണ് സാറിൻ്റെ അടുത്ത് നല്ല മെഷർമെൻ്റൊക്കെ കൊടുത്തിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ മെഷർമെൻറ്റോ? അപ്പോൾ സാറിൻ്റെ വൈഫാണ് കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്യുന്നത്. ജിത്തു ജോസഫ്. അതെ. അപ്പോൾ ചേച്ചി പറഞ്ഞു മെഷർമെൻറ്റ് എടുത്തിട്ട് പോകും. ഞാൻ മെഷർമെൻറ്റോ? അപ്പം എന്നെ എടുത്തോ? അതുകൊണ്ടല്ലേ മെഷർമെന്റ് ചോദിക്കണേ. ആണല്ലേ, പിന്നെ എല്ലാം യാന്ത്രികമായിരുന്നു. പോകുന്നു, മെഷർമെന്റ് എടുക്കുന്നു. അപ്പോൾ പറഞ്ഞു മറ്റന്നാൾ ഷൂട്ട് തുടങ്ങുന്നു. അപ്പം ഞാൻ വീണ്ടും ആണല്ലേ, ശരി. ഒരു നന്ദി പറയാൻ പോലും മറന്നുപോയി ഞാൻ. കാരണം ഞാൻ അന്തം വിട്ട് നിൽക്കുകയാണ്. അപ്പം എൻ്റെ കൂടെ എൻ്റെ ഉമ്മയപ്പം ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും എൻ്റെ 2 സൈഡിലുണ്ട്. എന്നെ തൂക്കിക്കൊണ്ട് പോകാൻ. കാരണം ഞാൻ ലിറ്ററലി എനിക്ക് ബോധമില്ലാത്ത അവസ്ഥയായിരുന്നു. ഞാനോ ലാലേട്ടൻ്റെ മോളായിട്ടോ? ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അപ്പൊ ഉമ്മയെ പറ്റി പറഞ്ഞോട് ഞാൻ ചോദിക്കുകയാണ്, സാധാരണ ഒരു മുസ്ലിം ഫാമിലിയിൽ നിന്ന് സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വരാൻ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാവല്ലേ? അപ്പൊ ഈ വീട്ടിൽ എനിക്ക് ഇതിനോടൊരു പാഷൻ ഉണ്ട്, എനിക്ക് സിനിമ അഭിനയിച്ചാൽ ശരിയാകും എന്ന് പറഞ്ഞപ്പോൾ എങ്ങനെയായിരുന്നു ഫാമിലിയുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട്, പ്രത്യേകിച്ച് ഉമ്മയുടെ ഭാഗത്തുനിന്ന്? അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ ആക്ട്രസ് ആവണമെന്ന്. പിന്നെ എനിക്കും ഇഷ്ടമുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ഫോട്ടോസ് ഒക്കെ അയക്കായിരുന്നു. എൻ്റെ ഫാമിലി ഭയങ്കര സപ്പോർട്ടാണ്, എൻ്റെ ഫ്രണ്ട്സ് സപ്പോർട്ടാണ്, എൻ്റെ റിലേറ്റീവ്സ് സപ്പോർട്ടാണ്. എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ അൻസിബയെ നമ്മുടെ മലയാളികൾക്ക് ഒരു ആക്ടറായിട്ട് അറിയാം, ഒരു ആങ്കർ ആയിട്ട് അറിയാം. എന്നാൽ മലയാളികൾ അധികം അറിയപ്പെടാത്തൊരു ആളും കൂടിയാണ്, ഒരു ഡയറക്ടർ ആണല്ലേ? ഞാനൊരു ഷോർട്ട് ഫിലിം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ വിസ്കോമാണ് പഠിച്ചത്. അപ്പോൾ ആ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഷോർട്ട് ഫിലിം ഡയറക്റ്റ് ചെയ്തത്, എ ലൈഫ് സ്റ്റോറി എന്ന് പറഞ്ഞിട്ട്. അതിൽ കലാഭവൻ പ്രചോദേട്ടൻ, അഞ്ജന പൂക്കുട്ടൻ ചേച്ചി, പോളി വത്സൻ ആൻറ്റി, കുറേ പേരുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അവരൊക്കെ എൻ്റെ കൂടെ ഉള്ള ആളുകളായതുകൊണ്ട്, സഹപ്രവർത്തകരായതുകൊണ്ട് എനിക്ക് അവർ വിളിച്ചപ്പോൾ തന്നെ എല്ലാവരും വന്നു ആ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട്. അതിന് അത്യാവശ്യം നല്ല വ്യൂസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. പിന്നെ ഒരു മൂവി ഡയറക്റ്റ് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോവാണ്. പിന്നെ എൻ്റെ സ്ക്രീൻ പ്ലേ വേറെ ഡയറക്ടർ ഡയറക്റ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ. അപ്പോൾ അല്ലു ആൻഡ് അർജുൻ എന്ന് പറഞ്ഞ സിനിമ ഞാനത് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി ഇരുന്നതായിരുന്നു. പക്ഷേ ആ സമയത്ത് കോവിഡ് വന്നു. കോവിഡ് വന്നത് കാരണം നമുക്ക് ഫുൾ ഇന്ത്യ മൊത്തം ലോക്ക്ഡൗൺ ആയിരുന്നല്ലോ. അങ്ങനെ പിന്നെ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഒരു 2 years നമ്മളെല്ലാം വീട്ടിനകത്ത് അടച്ചുകൂട്ടിയിരിക്കുകയായിരുന്നല്ലോ. അത് കാരണം അത് ഡ്രോപ്പ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ദുബായിലായിരുന്നു. ഐ വാസ് ആൻ ആർജെ ദുബായിൽ. അത് കഴിഞ്ഞ് ലാസ്റ്റ് ഇയർ ഞാൻ തിരിച്ച് നാട്ടിലെത്തി. ആർജെ എന്ന് പലർക്കും അറിയില്ല കേട്ടോ, അതൊരു വലിയൊരു റിവീലിംഗ് ആണ് ഇവിടെ. അപ്പൊ തമിഴിൽ പോകുമ്പോൾ അവിടെ ഗീതിക എന്നാണ് പേര്. നമ്മൾ ഗൂഗിളിൽ അത് ആദ്യത്തെ ഒരു പടം ചെയ്തപ്പോൾ അവര് പേര് മാറ്റാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ. അങ്ങനെ അവർ ഗീതിക എന്ന് പേരിട്ടു. അപ്പോൾ ലൊക്കേഷനിൽ എല്ലാവരും ഗീതിക ഗീതിക എന്ന് വിളിക്കും. ഞാൻ തിരിഞ്ഞു നോക്കൂല, കാരണം എൻ്റെ പേരല്ലല്ലോ. അത് കഴിഞ്ഞിട്ട് വേറെ ഏതൊരു പടത്തിൽ അഭിനയിച്ചപ്പോൾ അവർ പറഞ്ഞു നക്ഷത്ര എന്ന് പേരിടട്ടെ എന്ന്. വേറെ ഏതോ ഒരു പടത്തിൽ നക്ഷത്ര എന്ന് അവർ പേരിട്ടിരിക്കുന്നത്. അപ്പോഴും ഞാൻ തിരിഞ്ഞു നോക്കൂല ഇവരാര് വിളിച്ചാലും. കാരണം എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണില്ല, അല്ലെങ്കിൽ ഞാൻ എൻ്റെ മൈൻഡ് അംഗീകരിച്ചാണല്ലോ വേറെ പേര്. അപ്പോൾ ഞാൻ പിന്നെ പറഞ്ഞു എനിക്ക് എൻ്റെ പേരല്ലേ മതി. അങ്ങനെ ഞാൻ എൻ്റെ പേരുടെ യൂസ് ചെയ്തു. അൻസിബയോട് ആരെ എന്ത് ചോദ്യം ചോദിച്ചാലും അതിന് കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അൻസിബയുടെ ഭാഗത്ത് എപ്പോഴും കൊടുക്കാറുണ്ടല്ലേ? അതിപ്പോൾ ബിഗ് ബോസിലാണെങ്കിലും പുറത്താണെങ്കിലും അതെങ്ങനെയാണ്? അത് സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്നതാണ്, അത് ക്യാരക്ടറിന്റെ ഭാഗമാണ്, എങ്ങനെയാണത്? അത് ഞാൻ അങ്ങനെയാണ്. അത് പക്ഷെ അതിലൊരു പ്രശ്നമുണ്ട്. ഞാൻ വരുംവരായികയൊന്നും നോക്കാതെ സത്യസന്ധമായിട്ടാണ് ക്ലിയർ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക. അത് ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ അപ്രിയ സത്യങ്ങൾ പറയാൻ പാടില്ല എന്നുണ്ടല്ലോ. പക്ഷെ ഞാൻ പറഞ്ഞു പോവും. അത്
എൻ്റെ അടുത്ത് ഇങ്ങനെ പറയും വീട്ടിൽ നിന്ന്, ഇങ്ങനെ ഇത്ര സത്യസന്ധത വേണോ? വേണ്ട. അപ്പൊ ഞാൻ പറഞ്ഞ അറിയാതെ പറഞ്ഞു പോണതാ. അതുപോലെ ബിഗ് ബോസിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ബിഗ് ബോസിൽ സാധാരണ എല്ലാവരും ഒരു പേടിയാണ്, ഉള്ള ക്യാരക്ടറിന് നെഗറ്റീവ് ആയിട്ടാണ് അവർ തിരിച്ചു പുറത്തു വരാം. പക്ഷെ അൻസിബ അതിൽ കയറിയപ്പോൾ അൻസിബയോട് എല്ലാവർക്കും കുറച്ചും കൂടി ഇഷ്ടം കൂടുതലാണ് ചെയ്തത് അല്ലേ? അവിടെ ഞാൻ നോക്കിയപ്പോൾ ഒച്ചയും ബഹളവും ഇല്ല, ഒന്നുമില്ല. കറക്റ്റ് ഒരു ക്യാരക്ടറായിട്ട് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് 70-77 ദിവസത്തോളം നിന്നില്ലേ? എങ്ങനെയായിരുന്നു ബിഗ് ബോസിൽ എക്സ്പീരിയൻസ്? അതിന് സീസൺ 1 മുതൽ വിളിക്കുന്നുണ്ട്. ഞാന് പോണ്ടേ എന്നിങ്ങനെ ഒരു കൺഫ്യൂഷൻ, അത് കാരണം ഞാൻ പോവില്ലായിരുന്നു. അങ്ങനെയാണ് ഞാൻ പോയ സീസണിൽ ലാസ്റ്റ് ഞാൻ വിചാരിച്ചു ഓക്കെ പോവാം. അങ്ങനെ ഞാൻ പോയി. പിന്നെ ഞാൻ അങ്ങനെ ഒരു എപ്പിസോഡ് പോലും കണ്ടിട്ടൊന്നുമില്ല. ഞാനിങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വരുന്ന അതിൻ്റെ റീൽസ് കാണാറുണ്ടെന്നേ ഉള്ളൂ. അല്ലാതെ ഞാൻ ബിഗ് ബോസിനെ പറ്റി പഠിച്ചിട്ട് പോയതല്ല, അല്ലെങ്കിൽ ഒരു എപ്പിസോഡ് എങ്കിലും ഞാൻ ടി വിയിൽ കണ്ടിട്ടില്ല, OTTയിൽ കണ്ടില്ല, എവിടെയും കണ്ടിട്ടില്ല. ഇൻസ്റ്റാഗ്രാമിലും മറ്റേ യൂട്യൂബിലും ഒക്കെ അതിൻ്റെ ഇങ്ങനെ ക്ലിപ്സ് വരുമല്ലോ, അത് കണ്ടിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. ഞാൻ വിചാരിച്ചു ഞാൻ പഠിച്ചിട്ടൊന്നും പോകണ്ട, ഞാനായിട്ട് ഇങ്ങനെ നിൽക്കുന്നിടത്തോളം നിൽക്കട്ടെ, പുറത്ത് പോകുമ്പോൾ പോന്നോട്ടെ, അങ്ങനെ വിചാരിച്ചിട്ട് തന്നെ പോയത്. സൗഹൃദങ്ങൾ, ബിഗ് ബോസിന് കിട്ടിയ സൗഹൃദങ്ങൾ എപ്പോഴും ഉണ്ട്. മുടിയനൊക്കെ ആയിട്ട് ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നല്ലോ. അതെ, ഇപ്പോഴും ഋഷിയായിട്ട് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. വിളിക്കാറൊക്കെ ഉണ്ട്. ഋഷിയുടെ കല്യാണത്തിന് പറ്റുള്ള വീഡിയോസ് ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലായിരുന്നു. അപ്പോൾ നമ്മുടെ മലയാള സിനിമയുടെ നെടുന്തൂണായ അമ്മ അസോസിയേഷന്റെ ജോയിന്റ് സെക്രട്ടറി ആണ്. ഇത്രയും ചെറിയ പ്രായത്തിൽ ഈ ഒരു പൊസിഷനിലിരിക്കും, എന്താണ് തോന്നുന്നത്? ഞാൻ ആദ്യം വർക്കിംഗ് കമ്മിറ്റിയിലുണ്ടായിരുന്നു. ശരിക്കും ഈ ഒരു ജേർണി തുടങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങളായി. ഇപ്പം ആലോചിക്കുമ്പോൾ ഞാൻ ദൃശ്യം കഴിഞ്ഞ് നെക്സ്റ്റ് ഇയർ തന്നെ അമ്മയിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ മെമ്പർഷിപ്പ് എടുത്തതിന് ശേഷം പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വർക്കിംഗ് കമ്മിറ്റിയിലുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഉള്ള എലക്ഷനിൽ ഞാൻ മത്സരിച്ചപ്പോൾ ഞാൻ എക്സിക്യൂട്ടീവ് മെമ്പറായി. അപ്പോൾ ആ പ്രവർത്തനങ്ങളെല്ലാം എൻ്റെ സഹപ്രവർത്തകർക്കും അമ്മ സംഘടനയിലുള്ള സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ടായിരിക്കും ഈ പ്രാവശ്യം മത്സരം വന്നപ്പോൾ ജോയിൻറ്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് ഞാൻ ഉൾപ്പെടെ 13 പേര് മത്സരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും എനിക്ക് വോട്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു എല്ലാവരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ടാവുമായിരിക്കും. അതായിരിക്കാം അവസാന നിമിഷം എനിക്കെതിരെ മത്സരിച്ചിരുന്ന 12 പേരും പിന്മാറി. അതുകൊണ്ട് എനിക്ക് മത്സരിക്കേണ്ട പോലും ആവശ്യം വന്നില്ല. മത്സരമില്ലാതെയാണ് ഞാൻ ജോയിൻറ്റ് സെക്രട്ടറി ആയത്. എനിക്ക് തോന്നുന്നു അമ്മയുടെ ഹിസ്റ്ററിയിൽ ആദ്യമായിട്ടായിരിക്കും ഒരു വനിതാ ജോയിൻറ്റ് സെക്രട്ടറി മത്സരമില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുന്നത്. പിന്നെ ഇത്തവണ മുഴുവനായിട്ട് ഒരു വനിതാ എംപവർമെന്റ് ആയിരുന്നല്ലോ അമ്മ അസോസിയേഷനിൽ. ഇപ്പൊ അതിന്റെ ഉന്നതിയിലിരിക്കുന്ന ശ്വേതാ മേനോനാണെങ്കിലും എങ്ങനെയാണ് ആ വനിതാ കൂട്ടായ്മ മുന്നോട്ട് പോകുന്നത് നിങ്ങളെ? അടിപൊളിയാണ്, ഭയങ്കര ഐക്യത്തോടെ സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നുണ്ട്. കുറച്ചുകൂടി റെസ്പോൺസിബിലിറ്റി കൂടി എന്ന് തോന്നി അതിൽ വന്നു കഴിഞ്ഞപ്പോ? അതുണ്ട്, കാരണം നമുക്ക് 504 മെമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൽ ആര് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും നമ്മളെ വിളിക്കും. അപ്പോൾ ഞാൻ മാക്സിമം കോളുകൾ എത്ര തിരക്കാണെങ്കിലും ഞാൻ അറ്റൻഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അവരുടെ കാര്യങ്ങൾ നമുക്ക് സംഘടനാപരമായിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക. അതല്ലാതെ അങ്ങനെ വിളിച്ച് വളരെ പേഴ്സണൽ അറ്റാച്ച്മെൻ്റ് ആയിട്ടുള്ള കുറേ പ്രായമായിട്ടുള്ള അമ്മമാരും അപ്പൂപ്പന്മാരും അച്ഛന്മാരും ഒക്കെ ഉണ്ട്. അപ്പോൾ അവരിടയ്ക്ക് വിളിക്കും. എന്നിട്ട് ഞാൻ വിളിച്ചില്ലെങ്കിൽ ചോദിക്കും, മോളെന്താ വിളിക്കാത്തത്? അപ്പോൾ വെറുതെ നീ വിളിച്ച് ഒരു ഹായ് പറഞ്ഞാൽ മതി എന്ന് പറയും. അപ്പോൾ അതൊക്കെ എനിക്കൊരു ഭയങ്കര അത്രയും ഒക്കെ ഒരു പേഴ്സണൽ അറ്റാച്ച്മെൻറ്റ് വരുന്ന രീതിയിലേക്കൊരു സംഘടന മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ സംഘടനാ പ്രവർത്തനം മൂലം പേഴ്സണലി ഒരു അറ്റാച്ച്മെൻറ്റ് വന്നു. അവർക്ക് ഞാനിപ്പോൾ ജോയിൻറ്റ് സെക്രട്ടറി ആണെങ്കിലും അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് മെമ്പർ ആണെങ്കിലും അല്ലെങ്കിലും ഒന്നുമല്ല, ഒരു അൻസിബ എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റും അല്ല, അൻസിബ എന്ന് പറഞ്ഞൊരു കുട്ടിയെ ഇഷ്ടമാണ്, ആ ഒരു വ്യക്തിയെ ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾ എന്നെ വിളിച്ചില്ല, എന്താ മോളെ വിളിക്കാത്തതെന്നൊക്കെ ചോദിച്ചിട്ട് വഴക്കൂടുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ ആലോചിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു സ്നേഹം കിട്ടുമല്ലേ, അത് വലിയൊരു പോസിറ്റിവിറ്റി അല്ലേ. അതിന് എനിക്കും പറയാനുള്ളത്, അൻസിബയുടെ ക്യാരക്ടർ വെച്ചിട്ടാണ് എല്ലാവരും അൻസിബേനെ ഇഷ്ടപ്പെടുന്നത്. ബിഗ് ബോസിലായിക്കോട്ടെ, ഓഫ് സ്ക്രീനിലായിക്കോട്ടെ, സിനിമയിലായിക്കോട്ടെ, എവിടെയാണെങ്കിലും ഒരു ക്ലിയർ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്, ക്ലിയർ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞ് സ്വന്തം ഒരു ക്യാരക്ടർ അതിന് അടിപൊളിയായിട്ട് ബിൽഡ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരാളാണ്. ഞാൻ ഭയങ്കര വലിയ ഫാനാണ് അൻസിബയുടെ ക്യാരക്ടറിൻ്റെ. അപ്പോൾ ഒരുപാട് സന്തോഷം ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് വിശേഷങ്ങൾ പങ്കുവെച്ചത്. ഒരുപാട് തിരക്കുകൾക്കിടയിൽ കുറച്ച് സമയമാണ് നമുക്ക് കിട്ടിയിട്ട്. ഇനി നമുക്ക് ദൃശ്യത്തിന്റെ സക്സസിൽ കാണാം അല്ലേ? അപ്പോൾ പിന്നെയും വരണം, ദൃശ്യം സക്സസ് ആയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വേണ്ടി പിന്നെയും വരണം, വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. അപ്പോൾ ഒരുപാട് സന്തോഷം. താങ്ക് യു, നല്ല ക്വസ്റ്റ്യൻസ് ആയിരുന്നു, നല്ല വലിയ ആങ്കറായി മാറട്ടെ. ഓക്കെ, ശരി.